ആൾക്കാരെ വിചാരം ദുനിയാവിൽ ഉണ്ടാക്കി വെക്കുന്ന പവറും പത്രാസും ആ കവറിലേക്ക് പുണ്യം എന്നാ. അതുകൊണ്ടാ മഞ്ചേരിയിലൊക്കെ ഒരു വലിയ മയ്യത്തുസ്കാരം നടക്കുമ്പോൾ നാട്ടുകാർ പറയും, എന്താ മയ്യത്തുസ്കാരം, പള്ളി ഫുൾ ആൾക്കാരാന്ന് പറയും. അതാണോ നല്ല മരണം? 6 അടി മണ്ണിലേക്ക് ചേർത്ത് കിടത്തി 3 പിടി മണ്ണ് വാരിയിട്ട് കുടുംബക്കാര് നമുക്ക് തരുന്നൊരു തസ്ബീത്തുണ്ട്. ചിലപ്പോ ഉമ്മാരത് കേട്ടിട്ടുണ്ടാവൂല. ആ ഇടുങ്ങിയ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പം കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഉറപ്പാ എന്തൊക്കെ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെ കാണിച്ചു കൂട്ടി, എത്ര കുടുംബക്കാരായിട്ട് പണങ്ങി, അവസാനം കിടക്കുന്നത് കണ്ടോ? ഒന്ന് തിരിഞ്ഞു മറിയാൻ പോലും കഴിവില്ലാത്ത 6 അടി മണ്ണിന്റെ ഇടുങ്ങലിൽ ആ മനുഷ്യന്റെ കബറ് ചേർത്ത് കിടത്തി മേലെ സ്ലേവ് ഇട്ട് 3 പിടി മണ്ണ് വാരിയിടുമ്പോ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സ്വാൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുവേ, ഈ ഖബറുള്ളതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഈ ഖബറൊന്നിങ്ങി സൗകര്യപ്പെടുത്തി കൊടുക്കണം, ഈ ഖബറിനിങ്ങി ഒരു സമാധാനം കൊടുക്കണം, ഈ ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് ഈ ഖബറിനെ കാക്കണം, ആ ഖബറിലേക്ക് ഒരു സ്വർഗത്തിന്റെ കവാടങ്ങി തുറന്നു കൊടുക്കണം. 10-15 മിനിറ്റ് അത് പ്രാർത്ഥിച്ച് ആൾക്കാരൊക്കെ തിരിച്ചു പോകും. പിന്നീട് ആ മണ്ണിന്റെ ഉള്ളിൽ പോലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടണോ? നിങ്ങൾ അള്ളാഹു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടടക്കണം. ആ മണ്ണിന്റെ അടിയിൽ ഒരു ബാധ്യത അല്ലാണ്ട് കിടക്കാൻ പറ്റണം, ആരെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ഓരോ കുടുംബത്തെ പറ്റിയും അല്ലാഹു തആല ചോദ്യം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബന്ധം മുറിച്ച ആളുകൾ പടച്ച റബ്ബിന്റെ ഭവനത്തിൽ പോലും കയറുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. മദീന പള്ളിയിലേക്ക് നിസ്കാരത്തിന് എഴുന്നേറ്റ് നിന്ന അള്ളാഹുവിന്റെ ഹബീബ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, താങ്കൾ അതങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സഹാബത്തിന്റെ മുഖത്തോക്കി പറഞ്ഞു, ഈ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കട്ടെ. ഈ പള്ളിയിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നിസ്കരിക്കാൻ എഴുന്നേറ്റിക്കുമ്പോ ഞാൻ മുമ്പെന്ന് പറയാ, കുടുംബ ബന്ധം മുറിച്ചവര് ആരുമായിട്ട്? സ്നേഹത്തിൽ നിൽക്കുന്ന കുടുംബക്കാരുമായിട്ടല്ല. മകള് കെട്ടിയ വീട്ടുകാര്, മോൻ കെട്ടിയ വീട്ടുകാരും, മൂത്താപ്പ, എളാപ്പ, അമ്മോന്, മാമന്, അമ്മായി, മാമി, എളേമ, നാത്തൂന്, അമ്മായി, ദുനിയാവില് ചെറിയ ചെറിയ കാരണത്തിന്റെ പേരിൽ മുഖം വീർപ്പിച്ച് ഈഗോ കാണിച്ച് മനസ്സിന്റെ ആരോഗ്യം വെച്ച് ഞങ്ങളത്ര യോഗ്യല്ല, ഞാനത്ര പണക്കിലാണ്, എന്നുണ്ടല്ലായിട്ട് പോക്കും വരവൊന്നുമില്ല എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ജമാഅത്ത് നിസ്കരിക്കാൻ ഈ പള്ളി കയറരുതെന്ന് പറഞ്ഞ ഞാൻ കേറുന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവരാ മുഅ്മിനീങ്ങള്. അവരെ നമസ്കാരത്തിന് നോമ്പിനാവല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബത്ത് അത് പറഞ്ഞപ്പം പിൻഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം അവന്റെ പാപ്പാന്റെ പെങ്ങളോട് പിണക്കിലാണ്. അല്പസമയത്തിന് ശേഷം ആ സ്വഹാബി തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ നീ ആ ബന്ധം നന്നാക്കിയോ? നന്നാക്കി നബിയേ. ഞാൻ എന്റെ അമ്മായി അഥവാ പാപ്പാന്റെ പെങ്ങളെ അരികിൽ ചെന്നു, ഞാൻ ആ കൈ പിടിച്ചു സലാം പറഞ്ഞു, മാപ്പു പറഞ്ഞു നബിയേ. റസൂലുള്ളാഹി പുഞ്ചിരിയോടെ പറഞ്ഞു, നീ കാരണം, ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു സദസ്സിനെ പോലും പടച്ചോൻ വെറുക്കും. അവർക്ക് അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത്, ആ സദസ്സിന് പടച്ചോൻ കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത്, ആ സദസ്സിന്റെ ഇടയിൽ അത്തരക്കാരിയ്ക്കുന്നത് കാണുമ്പം അള്ളാഹുവിന് വെറുപ്പാ, മലക്കുകൾക്ക് വെറുപ്പാന്നാ. അതുകൊണ്ടാ മനുഷ്യരെ, ബന്ധങ്ങൾ ഏതും അള്ളാഹു നൽകുന്നതാണെങ്കിൽ അതേറ്റവും, ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാരും ബന്ധം മുറിച്ച് നടക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ എല്ലാരും പൈസന്റെ പിന്നാലെയാണെന്നോ അല്ല. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും കുടുംബ ബന്ധം നല്ല നിലക്ക് കൊണ്ടടക്കുന്നവരുണ്ട്. മറ്റെന്തിനേക്കാളും കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് ബന്ധത്തിൽ ഓരോരുത്തരെയും സഹായിച്ച് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്നവരുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ശ്രദ്ധത, നമ്മളൊരു നല്ല മനുഷ്യരാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഭയങ്കര മുത്തക്കിയായിട്ട് ജീവിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഒരു ഖുർആന്റെ നടുക്കണ്ടാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴല്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തി, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന. ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഐഡന്റിറ്റി, അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല, മറ്റൊരാളെ സങ്കടത്തിന് ഓൻ കാരണമായിട്ടുണ്ടാവില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു മനസ്സും അവൻ കരയിപ്പിച്ചിട്ടുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗത്തും അള്ളാഹു പറഞ്ഞില്ലേ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുന്നവർക്കും അവഹേളിക്കുന്നവർക്കും നാശം. എന്താ കാരണം? ഒരടി അടിച്ച അതിന്റെ വേദന, അതിന്റെ തണുപ്പ് അല്ലെങ്കിൽ തരിപ്പ് മാറുന്നത് വരെ ഉള്ളൂ.
പക്ഷെ ഇന്നും ഈ ഇരിക്കുന്ന പല ഉമ്മാരെയും ബാപ്പാരെയും മനസ്സിലും പലരെയും വാക്കുണ്ട്, മുറിഞ്ഞ മനസ്സുണ്ട്. പലരും വാവിട്ട് നാവുണ്ടുകൊണ്ട് പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്നവരുണ്ട്. കാരണം വാക്കുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സിന് ലോകത്തൊരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. ഹഫ്സാ ബീവിനെ കുള്ളത്തിന്ന് വിളിച്ച റസൂലുള്ളാന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ ഹബീബ് അന്ന് വരെ കോപിക്കാത്ത റസൂലുള്ള ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആയിഷ, നീ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണവും ആ ഭക്ഷണത്തിന്റെ പാത്രവും ഒരു പക്ഷേ ഹഫ്സ ക്ഷമിച്ചേക്കും. പക്ഷേ ആയിഷ, നീ ആ വിളിച്ച കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ. എന്തേ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ? ഹഫ്സാ ബീവിന്റെ ശരീരപ്രകൃതി കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഇച്ചിരി ചായ്വ് കൂടുതലല്ലേ നബിയെ. വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം. നാവുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സുകൾ. ഒരു മനുഷ്യൻ ഏറ്റവും നല്ലോനാവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാ, നമ്മൾ കാരണം ഒരാളും സങ്കടപ്പെടുന്നില്ല, ഒരാളെയും നമ്മൾ കരയിപ്പിച്ചിട്ടില്ല എന്ന് തീരുമാനിക്കുമ്പോഴാ. ഇന്ന് ആ ഒരു ചിന്ത നമ്മളൊന്ന് സ്വഭാവത്തിൽ നടപ്പിലാക്കുക, വലിയ സമാധാന മനസ്സിനുണ്ടാകുക. ഞാൻ പലപ്പോഴും എന്റെ കഥ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പറയാറുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഇന്നുവരെ ഒരു സങ്കടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാല. പ്രസംഗത്തിൽ ചിലപ്പം ഖുറാഫാത്തിനെ പറ്റിയും ഷിർക്കിനെ പറ്റിയൊക്കെ പറയുമ്പം ചിലര് തെറി വിളിക്കും, അത് കുറ്റം പറച്ചിലാന്ന് പറയുമെങ്കിൽ പോലും അറിഞ്ഞോണ്ടൊരു വ്യക്തിയെയോ ഒരാളെയോ ഒരു കുടുംബത്തിനെയോ എന്തിന് ഒരാള് എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുമ്പോൾ പോലും, ഞാനൊരു അധ്യാപകനാണ്, എന്റെ സ്കൂളിലെ സഹപ്രവർത്തകർ സംസാരിക്കുമ്പോൾ പോലും ഞാൻ പറയാറുണ്ട്, അതങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ പതുക്കെ എഴുന്നേറ്റ് മാറിപ്പോകും. കാരണം നിങ്ങൾ പാപിയാകണമെങ്കിൽ തീല വകാല കേൾക്കാനിരുന്നാ മതി. നമ്മളെ മനസ്സിൽ നിൽക്കൂലത്, നമ്മളെ മനസ്സിൽ നിൽക്കൂല. ഒരാൾ നമ്മളെ മുഖത്തേക്കൊക്കെ ഒരു ചിരിയോ ഒരു നോട്ടോ അങ്ങനെ നോക്കുമ്പോൾ ചിലരെ മനസ്സിങ്ങനെ പെടയും. അതുകൊണ്ടാ അവരെ പറ്റി നമ്മൾ എന്തോ പറഞ്ഞതുപോലെ അറിഞ്ഞോന്നുള്ള ബേജാറാണ്. ആ ബേജാറ് മനസ്സിലുണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളെ നാവ് നിയന്ത്രിക്കാത്തതുകൊണ്ട്, നമ്മളെ സംസാരം നന്നാവാത്തതുകൊണ്ട്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്തോ ഒരു ചെറിയ കശപിശുണ്ടായി. ആ കശപിശന്റെ ഇടക്ക് അബൂദർ റളിയല്ലാഹു അൻഹു ഒറ്റ വിളിയാ ബിലാലിനെ, കറുത്തവളുടെ മകനെ. അത് വിളിച്ചു പോയ ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു വാ പൊത്തി പിടിച്ചു, പറഞ്ഞു പോയല്ലോ എന്നായിപ്പോയി. കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ചു പറഞ്ഞില്ല, അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അബൂദറിന് തെറ്റ് ബോധ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് താങ്കൾ പറയണം ബിലാലിനോട് എന്റെ വാപ്പാനെ വിളിച്ചോളാൻ. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ വിളിക്കൂലട്ടോ. ഉടനെ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ റസൂലേ, ഞാൻ എന്റെ കവിള് മണലിൽ ഇങ്ങനെ ചരിച്ചു വെക്കാം, എന്റെ വലത്തെ കവിള് നോക്കിയിട്ട് ബിലാലിനോട് കാലെടുത്ത് ചവിട്ടാൻ പറയണം. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദറിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല അബൂദറെ, ഞാനത് അള്ളാഹുവിന്റെ അരികിലേക്ക് വിട്ടു, പടച്ചോൻ എനിക്ക് പുറത്തിറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ, പറഞ്ഞ വാക്കുകൊണ്ട് വേദനിച്ചൊരു മനസ്സിന്റെ സങ്കടം ആരോടും കൂടിയാ പറയുന്നത്. മര്യക്കളുടെ സ്വഭാവം നോക്കിയിട്ടും മര്യക്കളുടെ സമ്പത്ത് നോക്കിയിട്ടും മര്യക്കളുടെ കുടുംബം നോക്കിയിട്ടും കുത്തുവാക്ക് പറയുന്ന ഉമ്മാരുണ്ട്. ഈ ഉമ്മാരെ തെറി പറയുന്നവരും ഉമ്മാന്റെ കുറ്റം സ്വന്തം വരെ പോയി പറയുന്ന പെമ്പക്കുട്ടികളും ഉണ്ട്. ഞാൻ ആക്ഷേപിക്കല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പോഴേക്കും കായും പൂയും വെച്ച് തെറി വിളിക്കുന്ന ആണുങ്ങളുണ്ട്. റോഡിന് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, അതല്ലെങ്കിൽ എതിരെ വരുന്നോൻ ഒന്ന് ബൾബ് മിന്നിച്ചിട്ടില്ലെങ്കിൽ പോലും തെറി വിളിക്കുന്നവരുണ്ട്. എന്നിട്ട് നമ്മൾ മനസ്സ് പറയെന്താ, അതുകൊണ്ട് പറഞ്ഞത് ഓൻ അങ്ങനെ ചെയ്തിട്ടല്ലേ? അല്ല, സിബാബിൽ മുസ്ലിം ഫുസൂഖുൻ. ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും ഈ ദുനിയാവിൽ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ച സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പാടില്ല. ഒരാളുടെ പണം കൊണ്ടോ പദവി നോക്കിയോ ഒരാളെയും നമ്മൾ സ്നേഹിക്കാനും പാടില്ല. എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാകും, ആളും തരവും നോക്കിയിട്ടൊക്കെ ബന്ധം ചേരുന്നവരുണ്ട്. അത്യാവശ്യം കുടുംബത്തിൽ പൈസ ഉള്ള മൂത്താപ്പയാണെ മൂത്താപ്പാന്റെ പൊരയിലെ സുന്നത്ത് കല്യാണത്തിന് വരെ ചോദിക്കാണ്ട് ആൾക്കാർ പോകും സമ്മാനവുമായിട്ട്. എന്നാ ഇളയോനോ നാട്ടിൽ എങ്ങനെങ്കിലും ദിവസക്കൂലിക്ക് ജീവിക്കുന്നവനാണ്, ഓനെ ചെന്നോക്കാൻ ആരും ഉണ്ടാവില്ല. പൈസ ഉള്ളവന്റെ അടുത്തേക്ക് പോകാനും പണമുള്ളവന്റെ സൗഹൃദം കൂടാനും ബന്ധം കൂടാനും ഒക്കെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. ആളും തരവും നോക്കിയിട്ട് ആ കല്യാണങ്ങളിൽ പോലും ക്ഷണം നടക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ലേ, ചിലപ്പോ 3 ദിവസമൊക്കെയാ കല്യാണം. എന്നിട്ട് ആൾക്കാർ പറയും അതെന്തുകൊണ്ടാ? അത് ഓരോ ദർജ തിരിച്ചതാ. വെള്ളിയാഴ്ച ഒരു കൂട്ടര്, ശനിയാഴ്ച വേറൊരു കൂട്ടര്, ഞായറാഴ്ച വേറൊരു കൂട്ടര്, 3 കൂട്ടർക്കും 3 ഐറ്റം ഭക്ഷണം. ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവര്, പെരുമാറുന്നവര്.
ഇങ്ങനെ പല നിലക്കും ആളുകൾ പോകുമ്പോൾ ഒരിക്കലും ദുനിയാവിലെ ഒരാളുടെ വലുപ്പം കണ്ടിട്ടോ ഒരാളുടെ ജീവിത വിജയം കണ്ടിട്ടോ നമ്മൾ ഒരാളോട് ആ നിലക്കുള്ള സ്വഭാവമോ ആ നിലക്കുള്ള ഒരു രീതിയോ പ്രകടിപ്പിക്കാൻ പാടില്ല. കാരണം പടച്ചോൻ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. ഈ ദുനിയാവിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി.